ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് എൻ്റെ വീടിൻ്റെ ഒരു കോർണറാണ്. ഞാനിവിടെ ചെറുതായിട്ടൊരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതലും ഞാൻ ടർട്ടിൽ വൈൻ കൊണ്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ ചെയ്ത ടർട്ടിൽ വൈൻ കൊണ്ടുള്ള കുറച്ച് ഗാർഡൻ ഐഡിയാസുകളാണ്. അപ്പോൾ നമുക്ക് അതെന്തൊക്കെയാണെന്നൊന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടാനായിട്ട് തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഞാൻ ഫസ്റ്റ് തന്നെ ചെയ്തൊരു മേക്ക് ഓവർ. ഞാൻ കൂടുതലായിട്ടും ചെയ്തിരിക്കുന്നത് ടർട്ടിൽ വൈൻ ഉപയോഗിച്ചിട്ടുള്ള ഐഡിയാസുകളാണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് ഒരു PVC പൈപ്പും കുറച്ച് ചിരട്ടകളും ഉപയോഗിച്ചാണ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്ക് ഓവറാണിത്. പിന്നെ ചെയ്തത് ചിരട്ട കൊണ്ടുള്ള ഒരു സ്പൈറൽ ഹാങ്ങിങ് ആണ്. അതിൻ്റെ മേലെ കുളത്തിട്ടിരിക്കുന്നത് വീട്ടിൽ ആവശ്യമില്ലാതെ കിടന്നിരുന്ന ഒരു അരിപ്പയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ചെയ്തത് ആ ചിരട്ടയ്ക്കും അതുപോലെ അരിപ്പ അതുണ്ടല്ലോ, അതിനൊക്കെ പെയിൻ്റ് അടിച്ചു. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന പെയിൻറ്റ് അക്രിലിക് പെയിൻ്റാണ്. അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെ അത് വന്നിട്ടുണ്ട്. എന്നിട്ട് ആ ചിരട്ടകളിലൊക്കെ ടർട്ടിൽ വൈന് നട്ടുകൊടുത്തു. ഇപ്പം നല്ല രീതിയിൽ തന്നെ അത് വളർന്നു വന്നിട്ടുണ്ട്. നമ്മുടെ വീടുകളിൽ ആവശ്യമില്ലാതെ കിടക്കുന്ന പല വസ്തുക്കളും ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ ഗാർഡനെ വളരെ മനോഹരമാക്കി എടുക്കാൻ പറ്റും. അധികം പൈസ ചിലവില്ലാതെയാണ് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇത് ചെടികൾ കൊണ്ടൊരു പൂക്കളം എന്ന തീമിൽ ഞാൻ ഉണ്ടാക്കിയൊരു മേക്ക് ഓവറാണ്. ഇത് ഞാൻ ശരിക്കും ഉണ്ടാക്കിയത് ഓണത്തിൻ്റെ ടൈമിലാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഐഡിയ എൻ്റെ മനസ്സിൽ വന്നത്. ഇതും ടർട്ടിൽ വൈൻ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെ അത് വളർന്നു വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അതിൽ എല്ലാതും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് ടയർ കൊണ്ടുള്ള ഒരു ഹാങ്ങിങ് ആണ്. അപ്പോൾ ടയറിൻ്റെ ഒരു പകുതി ഭാഗം വരെ കയർ ചുറ്റിയിട്ട് ബാക്കിയുള്ള ഭാഗം പെയിൻ്റ് അടിച്ച് അതിൽ ടർട്ടിൽ വൈൻ ഹാങ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു മേക്ക് ഓവർ. ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് ടർട്ടിൽ വൈന് വെറുതെ മണ്ണിൽ ഇങ്ങനെ വിതറിയിട്ടിരിക്കുന്നതാണ്. അതിനൊരു ഷേപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ അറ്റത്ത് ചിരട്ടയും വെച്ച് കൊടുത്തു. പിന്നെ അതിൻ്റെ സെൻട്രലായിട്ടൊക്കെ അരീലിയ പ്ലാന്റ് അതുപോലെ ചെമ്പരത്തിയൊക്കെ നട്ടുകൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും ഞാൻ ചെയ്തത് എൻ്റെ കയ്യിൽ വലിയൊരു ഹാങ്ങിങ് ഉണ്ടായിരുന്നു. ടർട്ടിൽ വൈൻ്റെ വൻമരം എന്ന് തന്നെ പറയാം. ടർട്ടിൽ വൈൻ്റെ വൻമരം എന്ന് തന്നെ പറയാം. അത് ഒരു ദിവസം കാറ്റിൽ ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ വീണ് കിടക്കുന്നു. പക്ഷെ അതെനിക്ക് കളയാനൊട്ടും തോന്നിയില്ല. അത്രയ്ക്ക് വിഷമമായി അത് കണ്ടപ്പം.
അപ്പം തോന്നിയൊരു ഐഡിയ ആണ് ഇത്, അങ്ങനെ ചെയ്തതാണിത്. ഇതും നല്ല രീതിയിൽ തന്നെ വളർന്നു വന്നിട്ടുണ്ട്. ഇത് ടർട്ടിൽ വെയിൻ കൊണ്ടുള്ള ഒരു വാട്ടർഫോൾ ഐഡിയ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് ഞാൻ കൂടുതലായിട്ടും സെറ്റ് ചെയ്തിട്ടുള്ളത് ടർട്ടിൽ വെയിൻ കൊണ്ട് തന്നെയാണ്. ടർട്ടിൽ വെയിനോ അതുപോലെ ചിരട്ടയോ ആണ് മുഖ്യ താരം ഇവിടുത്തെ. ചിരട്ട കൊണ്ട് നമ്മുടെ ഗാർഡനെ നല്ല രീതിയിൽ തന്നെ ഭംഗിയുള്ളതാക്കാൻ പറ്റുന്നുണ്ട്. ഈ ഒരു വർക്ക് നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ വളർന്നു വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒക്കെ അപ്ഡേഷന് ഞാൻ പിന്നീട് നിങ്ങളെ കാണിക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ വാണ്ടറിങ് ജൂവും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ഫൈനലായിട്ട് ചെയ്ത മേക്ക് ഓവറാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇപ്പോൾ അടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. അത്യാവശ്യം ആളുകളിലേക്ക് അത് എത്തിയിട്ടുണ്ട്. നല്ലൊരു റെസ്പോൺസാണ് ഈ വീഡിയോക്ക് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇതും ടർട്ടിൽ വെയിൻ കൊണ്ടുള്ള ഒരു വാട്ടർഫോൾ തന്നെയാണ്. അപ്പോൾ ഇതിന് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ടയറാണ്. പിന്നെ ഞാൻ എൻ്റെ എല്ലാ പ്ലാന്റ്സിനും ഉപയോഗിക്കുന്ന പോട്ടി മിക്സ് ആട്ടിൻ കാഷ്ടവും അതുപോലെ സാദാ മണ്ണും മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിക്സാണ്. ആട്ടിൻ കാഷ്ടത്തിന് പകരം ചിലപ്പോഴൊക്കെ ഞാൻ ചാണകപ്പൊടിയും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ. ഈ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഞാൻ ഉണ്ടാക്കിയത് മാത്രം കാണിച്ചു എന്നുള്ളൂ. ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾക്ക് ഗാർഡനെ ഭംഗിയുള്ളതാക്കാൻ എന്തെങ്കിലുമൊക്കെ ഐഡിയ കിട്ടിയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ എല്ലാ കമൻസുകളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ.